എഫക്സിനുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ട്യൂട്ടോറിയലാണ്. അതായത് ബ്ലറായിട്ടുള്ള ഇമേജ് എങ്ങനെ നമുക്ക് ക്വാളിറ്റി ആക്കി എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ബ്ലറായിട്ടുള്ള ഇമേജ് ഇങ്ങനെ ഹൈ ക്വാളിറ്റി ആയിട്ട് എൻഹാൻസ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ സിമ്പിൾ ടെക്നിക്കാണ്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിൾ എവിടെ? ഗൂഗിൾ കാണാനില്ല. കിട്ടി. ഗൂഗിളിൽ പോയിട്ട് പിക് വിഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ന്യൂ ടാബ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് കുറച്ച് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമേജ് മാത്രമാണ്. അതായത് ലോ ക്വാളിറ്റി ഉള്ളൊരു ഇമേജിനെ നല്ല ഹൈ ക്വാളിറ്റി ആക്കി എടുക്കുക എന്നുള്ളൊരു പർപ്പസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പം കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, ഒബ്ജക്റ്റ് റിമൂവൽ, ഫോട്ടോ എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫോട്ടോ എൻഹാൻസ്മെൻ്റ് ആണ്. ഞാൻ ഈ ആപ്പ് ചൂസ് ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ എഐയിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബെറ്ററായിട്ട് തോന്നിയതാണ് ഈ പിക് വിഷൻ എന്ന് പറയുന്ന ഈ ആപ്പ്. അപ്പോൾ അതിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഫോട്ടോ എൻഹാൻസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ എൻഹാൻസ്മെൻറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോട്ടോ എൻഹാൻസ്മെൻറ്റ് API എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് തന്നെ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ലൈബ്രറി, ടേക്ക് എ ഫോട്ടോ, ചൂസ് ഫയൽ അത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഫോട്ടോ ലൈബ്രറിയാണ്. അപ്പോൾ നമ്മളെ ലൈബ്രറിയിലോട്ട് പോകും. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ഫെയ്ഡായിട്ടുള്ളതും അതുപോലെ തന്നെ ബ്ലറായിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ക്വാളിറ്റിയിൽ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെടുക്കാം, ഡൺ കൊടുക്കുക. അപ്പോൾ അവർ ലോഡിങ് കാണിക്കും. ലോഡിങ്ങിന് ഇത്ര ശതമാനം 58, അതുപോലെ 90, 100. ഇത്രയും കഴിയുമ്പോഴത്തേക്കും ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് പിക് വിഷ് നോ വാട്ടർമാർക്ക് ആഫ്റ്റർ ഡൗൺലോഡ് ചെയ്യുമ്പം ആ വാട്ടർമാർക്ക് അവിടെ കാണത്തില്ല. അപ്പോൾ ഡൗൺലോഡ് ഇമേജ് നമുക്ക് കൊടുക്കാം. കൊടുത്തു. അപ്പോൾ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ഇത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ഇമേജും ഉണ്ട്, HD ഇമേജും ഉണ്ട്. HD ഇമേജ് ആണെങ്കിൽ നമ്മൾ ഇത് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫ്രീ ഇമേജ് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ Gmail ID ചോദിക്കും. അത് Gmail ID പാസ്വേഡും കൊടുത്ത് എൻ്റർ ചെയ്യണം അതിനകത്ത്. എന്നിട്ട് ഫ്രീ ഡൗൺലോഡ് കൊടുത്താൽ മതി. ഇതാ കൊടുത്തു. അതായത് നേരത്തെ ഉള്ള പടവും ഇപ്പോഴത്തെ പടവും നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അത്യാവശ്യം ചെറിയ പരിപാടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ആപ്പാണ്. നമുക്കിത് ആപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യാം, അല്ലാതെ ത്രൂ വെബ്സൈറ്റ് വഴി നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എഫക്സിനുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എഫക്സിനുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.